ഓയ് ഗൈസ്, അപ്പം ഇന്ന് നാട്ടിൽ വന്നിട്ട് ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. പുലർച്ചെ 5:30 ആകുമ്പോഴത്തേക്കാണ് വീടെത്തിയത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഉറക്കം എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ വന്നിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് പുറത്ത് പോവാണ്. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ വരാനുള്ള കാരണമൊക്കെ ഞാൻ നേരത്തെ ഇട്ട ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോയും ഇന്ന് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഫാമിലി ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ, അതായത് എൻ്റെ മാരേജിന് മുന്നേയൊക്കെ ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു ഫാമിലി ട്രിപ്പ്, അതായത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും അപ്പൂസും അച്ഛൻ അമ്മ പിന്നെ നമ്മുടെ അനിയത്തിമാരും ചെറിയച്ഛന്മാർ മക്കൾ അവരൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുഞ്ഞു ഫാമിലിയാണ്. ഇതിലിപ്പോൾ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടില്ല, കുറേ പേർക്കൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് അവരൊന്നും വന്നിട്ടില്ല. ബാക്കി പിള്ളേരെ വെച്ചിട്ടാട്ടോ ഇപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി പോകുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ പിള്ളേർക്ക്, അപ്പോൾ എന്തായാലും പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് പോകാമെന്ന് കരുതിയിട്ട്. ഈ മന്ത്, അതായത് മെയ് 1 ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഓരോ കാരണങ്ങളായിട്ട് മാറി പോയിട്ട് ഇപ്പോൾ ആവശ്യം ഈ സമയത്താണ് കേട്ടോ ഒന്ന് ഒത്തു കിട്ടിയത്, എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അതായത് ഡ്രസ്സ് നോക്കണം, ഫസ്റ്റായിട്ട് ഡ്രസ്സ് നോക്കാനുണ്ട്. 1-2 ജോഡി എടുക്കണം. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ കുറേ പിള്ളേരാണ് മുക്കാലും, അപ്പോൾ അവർക്കൊക്കെ എന്തായാലും വിശക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ പ്ലാനാണ് ട്രിപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണം. അതിനിടയിൽ കൂടെ ഞാൻ എന്തൊക്കെയൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങാടിയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് അങ്ങാടി അവിടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഞങ്ങൾ നാട്ടിലേക്ക് ട്രിവാൻഡ്രം പോകുമ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഷോപ്പ് നോക്കിയിട്ടാണ് ഇറങ്ങിയത്. കുറച്ച് നേരം അങ്ങോട്ട് അകത്തോട്ട് പോയപ്പോൾ ഒരു കട കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടോ. അത് വാങ്ങിക്കണ്ടേ നമ്മൾ. ഫസ്റ്റ് നമ്മൾ പഴം മേടിക്കാനാണ് കയറിയത്. നേന്ത്രപ്പഴമല്ലേ, ആ സാധനം മേടിക്കാനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അതൊരു ബൾക്കായിട്ട് കൊടുക്കുന്ന കടയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 കിലോ 5 കിലോനാണ് തോന്നുന്നു, 5 കിലോൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൊലയായിട്ടാണ് എടുത്തത്. എന്നിട്ട് അതൊക്കെ നമ്മൾ കാറിൻ്റെ ഡിക്കിയിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുൻവശത്ത് തന്നെയാണ് സ്നാക്സ് കട കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കിട്ടില്ലേ, മിച്ചറ് മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട, അതിലോട്ടാണ് പിന്നെ കയറിയത്. ഇതിന് മുന്നേ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടുള്ളൊരു കടയിലൊക്കെയാണ് കേട്ടോ കയറുക. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്ക് കയറുന്നത്. ഇവിടെ നമ്മൾ പണ്ടത്തെ നൊസ്റ്റ് അടുപ്പിക്കുന്ന കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഹോൾസെയിലായിട്ടാണ്, വലിയ റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ സ്നാക്സൊക്കെ മേടിക്കാനായിട്ട് ബേക്കറികളിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് നല്ല റേറ്റ് വരാറുണ്ട്. ഏകദേശം ഒരു 1/4 കിലോനൊക്കെ 80-90 ആ റേഞ്ചൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത് കിലോന് തന്നെ 100-ൻ്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. 100, 110, 120 ആ റേറ്റിലൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറേ അധികം നോക്കിയായിരുന്നു, പക്ഷെ കുറച്ച് എടുത്തുള്ളൂ, അധികമൊന്നും വേണ്ട. 2 ദിവസത്തെ ട്രിപ്പല്ലേ, അപ്പോൾ കുറച്ച് 2-3 ഐറ്റംസ് തന്നെ എടുത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ എല്ലാം ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കപ്പ ചിപ്സും പിന്നെ ഒരു തരത്തിലുള്ളൊരു മുറുക്ക് പോലത്തെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു സാധനം, പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനം, അങ്ങനെ 2-3 സാധനങ്ങൾ മാത്രമാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ മിച്ചറ് മുറുക്ക് പിന്നെ ഈ ബിസ്ക്കറ്റ് ഉണ്ടോ, ഇത് പണ്ടത്തെ ഒരു നെസ്റ്റ് സാധനമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി കളറ് കമ്മിയാണ് കേട്ടോ. നേരത്തെയൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡാർക്ക് യെല്ലോ കളറിലാണ്. നമ്മൾ മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെയാണ് കേട്ടോ പറയുണ്ടാവുക. അങ്ങനെയാണ് ഞങ്ങൾ പറയുക, ഞങ്ങളുടെ ചെറുപ്പത്തൊക്കെ കിട്ടുക. പിന്നെ ഇതുപോലെ അതിന് കുറേ ചെറിയ പണ്ടത്തെ മിഠായികൾ ഉണ്ടാവില്ലേ, ഹോൾസ് മിഠായി, പിന്നെ കല്ല് മിഠായി, പിന്നെ മറ്റേ ഈ സിഗരറ്റ് മിഠായി പറയുന്ന സാധനമൊക്കെ, അതൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നൊസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കാർ കൊണ്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെയിലായിരുന്നു. ഒന്നാമത് പാലക്കാടത്തെ ചൂട് പറയണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഈ സമയത്തൊക്കെ ഞങ്ങളിപ്പോൾ ഈ പർച്ചേസിങ്ങിന് പോയ ടൈമിലൊക്കെ ഭയങ്കര
ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ദാഹിച്ചിട്ട് ഇനി ഇവിടെ ഒരു മസാല സോഡ കിട്ടുന്ന ഒരു കട ഉണ്ട്, മദർലാൻഡ് മസാല സോഡ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇതുവരെ അവിടെ നിന്ന് കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അത് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കടയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് കുറച്ച് അകത്തോട്ട് പോകണം കേട്ടോ. അകത്തോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങാടിയിലോട്ട് കയറുന്നതിന്, അതായത് പാലക്കാട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇതാണ് ആ ഷോപ്പ് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഒന്നും വലിയ സൗകര്യമൊന്നുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒരു കടയുടെ മുന്നിൽ അയാളോട് പറഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്തായിരുന്നേ. ഇതാണ് സംഭവം ഈ കടയിൽ. ഇത് നമ്മൾ അവർ വീട്ടിലുണ്ടാക്കുന്ന സോഡയാണെന്നാണ് പറഞ്ഞത്. ആ സോഡയ്ക്കകത്ത് അവർ തന്നെ മിക്സ് ചെയ്തൊരു സാധനം, മോര് പോലെ എന്തോ കലക്കിയിട്ട് അതിൽ മല്ലിയില, പുതിനയില, കാന്താരി മുളക്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കലക്കി ഈ സോഡാൻ്റെ കുപ്പിയിലാക്കി തരികയായിട്ട് ചെയ്യുന്നത്. ഞാൻ കരുതിയത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് നല്ല സ്വീറ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ കുടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് അത് മോരിൻ്റെ ടേസ്റ്റും അല്ല, അതായത് തൈര് കലക്കുന്ന അതിൻ്റെ ടേസ്റ്റും അല്ല, വേറെ എന്തോ ഒരു ടേസ്റ്റ്. എനിക്ക് പെട്ടെന്ന് കുടിച്ചപ്പോൾ അത് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി ഒരു വായ കൂടി കുടിച്ചപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ എന്നിട്ട് ബാക്കി അങ്ങനെ ഏട്ടനും അപ്പൂസും വന്നിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല ഇഷ്ടമായി. അവർ പറഞ്ഞ ദഹനത്തിനൊക്കെ നല്ല സാധനമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഞാൻ സ്വീറ്റ് എൻ്റെ ടേസ്റ്റ് പ്രതീക്ഷിച്ച് പോയതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടിയപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ഒരു എരിവാണ്, നല്ല എരിവാണ്, കുത്തുന്ന എരിവായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് തുണിക്കടയിലോട്ടാണ്. ഡ്രസ്സ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഡ്രസ്സ് നോക്കാനാണ് പോയത്. ആദ്യം നമ്മൾ ശകുന്തളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എപ്പോൾ ഓഫർ ഉണ്ട് എന്ന് പുറത്ത് ബോർഡ് കണ്ടിട്ടാണ് കയറിയത്. പക്ഷേ ഓഫറൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതുമാത്രമല്ല പഴയ എപ്പത്തെയോ കാലത്തെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വേറെ കട നോക്കി ഇറങ്ങി കേട്ടോ. അങ്ങനെ 2-3 കട ഇറങ്ങിയിട്ട് എനിക്കൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈനിൽ നിന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഏട്ടനും അവനും അപ്പൂസിനും വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടനൊരു ഷർട്ടും അവന് 2-3 ഇത് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു പാൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ വീടെത്തി കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു കുഞ്ഞ് ഇടുക്ക് വഴിയുണ്ട്. ഇടുക്ക് വഴി പറയുമ്പോൾ കുറുക്ക് വഴി, ആ വഴി കൂടെ ഉള്ള ആ ഒരു റൂട്ടാണ് കേട്ടോ അത്. അപ്പം നമ്മൾ വീടെത്തി കഴിഞ്ഞിട്ട് പിന്നെ പാക്കിങ്ങിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. ഇന്ന് രാത്രി, അതായത് ഞാൻ ഈ പർച്ചേസിങ്ങിന് പോയ ദിവസത്തിൻ്റെ അന്ന് രാത്രി തന്നെയായിരുന്നു, വെള്ളിയാഴ്ചയായിരുന്നു അത്. അന്ന് രാത്രി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ട്രിപ്പിന്. അപ്പോൾ അന്ന് ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ അമ്മയും ഞാനും കൂടി പാക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവന് ഇതെന്താ എവിടെ എങ്ങനെ ഇടണം അങ്ങനെ ഒന്നും അറിയത്തില്ല. പക്ഷെ അവൻ എന്തൊക്കെയൊക്കെയോ വാരിക്കൂട്ടി കണ്ണിന് മേലെ അതുപോലെ ഈ കവളിൽ ഒക്കെ തേക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രഷ് കാണാനില്ല, അത് കാണാനില്ല, ഇതെന്താ സാധനം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. അമ്മനെ കുറേ വിളിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അമ്മ പോയില്ല. അമ്മ അവനെ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് തിരിച്ചു പോയി കേട്ടോ. ഇവനാണെങ്കിൽ എൻ്റെ ഈ ഐബ്രോ ഷെയ്ഡ് ചെയ്യണ അതിൻ്റെ സാധനം, പിന്നെ ഈ ഐഷാഡോ പാലറ്റൊക്കെ എടുത്തിട്ട് കവളിലൊക്കെ തേക്കുന്നത്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ട് 2 ഭാഗത്തും മുടിയൊക്കെ കെട്ടി പൊട്ടും ഈ സാധനമൊക്കെ ഇട്ടുതരാം, കണ്ണിൻ്റെ മേലേക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചിരുത്താൻ നോക്കിയതാണ്. പക്ഷെ അമ്മ ഇരുന്നില്ല, അമ്മ ഇരുന്ന് കൊടുത്തില്ല. അമ്മ വേഗം മാറിപ്പോയി. പിന്നെ അവൻ സ്വയം മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയോ. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുൾട്ടാനുമിട്ടിയുടെ ഒരു ഫേസ് പാക്കിൻ്റെ പൗഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വൈകുന്നേരം തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും കുളിക്കുന്നതിന് മുന്നായിട്ട് കുറച്ചൊന്ന് ഫേസിലിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് അവന് ഞാൻ കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിട്ടിട്ട് ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട്. കാണാത്തൊരു പോയി കണ്ടു വെക്കണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മൂന്നാറിൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ലോങ് വീഡിയോ ആയിട്ട് തന്നെ വരാവേ. അപ്പോൾ ഷോർട്സും ഉണ്ടാവും ഇടയിൽ, കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ